എത്ര യുക്തിവാദം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പ്രേതബന്ധം ഉണ്ടോ എന്ന് പ്രേതമുണ്ട്, ആ നെഗറ്റീവ് ഊർജ്ജം ഉണ്ട് അവിടെ, സംശയമൊന്നും വേണ്ട കാര്യത്തിൽ. ചില ശബ്ദങ്ങൾ കേൾക്കാം, ചില കരച്ചിൽ കേൾക്കാം, ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. ഇരട്ട കൊലപാതകങ്ങളൊക്കെ ഉണ്ടായി ആലുവയിൽ, അവിടെ ചെന്ന് നോക്കിയാൽ അറിയാം ഒരു ഡെഡായിട്ടുള്ള അവസ്ഥയാണ് അത്. കണ്ടു കഴിഞ്ഞാൽ ഭീകരമായിട്ട് തോന്നും. കാരണം വെച്ചാൽ ആ എനർജി, നെഗറ്റീവ് എനർജി അവിടെ നിൽക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും. തിരിച്ച് ഈ സാധനങ്ങൾ ഞാൻ ബൈക്കിൽ വെച്ചു, ബുള്ളറ്റിൽ വെച്ചു, പെട്ടിയിൽ വെച്ചു. ആ ബുള്ളറ്റാണ് ആക്സിഡൻറ്റ് പറ്റിയത്. എനിക്ക് കൈ ഒടിഞ്ഞു, ഇവിടെ ഫ്രാക്ചറായി. 7 ദിവസം കൊണ്ട് ചെയ്യാത്തതുകൊണ്ട് പറ്റിയത്. കൈ ഇങ്ങനെ വെച്ച് കെട്ടി, സ്ലിങ് ഇട്ട് ഇവിടെ പ്ലാസ്റ്റർ ചെയ്ത് വെച്ച് കെട്ടി, ഭയങ്കരമായിട്ട് പ്രശ്നമായി. അപ്പോൾ എൻ്റെ ഒരു ക്ലയൻറ്റ് എന്നെ വിളിച്ചു, സാറ് എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റുമെന്ന് ചോദിച്ചു. ഓ, ആക്സിഡൻറ്റ് പറ്റി. എൻ്റെ മോള് പറഞ്ഞു, മോളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സർപ്പം ശരീരത്തിൽ വരുന്നൊരു അവസ്ഥയുണ്ട്, സർപ്പം പ്രേതമൊക്കെ വരുന്ന അവസ്ഥ. അത് ഇവിടെയാണ്, ഈ നമ്മുടെ ലൂർദൊക്കെ ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അതിൻ്റെ അടുത്തുള്ള പാർട്ടിയാണ്. അത് പേരൊന്നും പറയാനില്ല. അയാളുടെ മകളാണ്, 9 വയസ്സുള്ളൂ. പറഞ്ഞു എൻ്റെ മോള് ഇങ്ങനെ പറഞ്ഞു ശരീരത്തിൽ വന്നിട്ട് സാറിന് അപകടം പറ്റിയിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്താ സംഭവം വെച്ചാൽ കണ്ടുകളി പോയി. അപ്പോൾ പറഞ്ഞു, പുള്ളി കാര്യത്തിൽ പറഞ്ഞു, ഇത്ര കർമ്മം ചെയ്തതിൻ്റെ ഒരു കുഴപ്പമാണ്, ഒരു പ്രയത്തെ കിട്ടാത്ത പ്രയത്തെ ആവാഹിച്ചിട്ട് പറ്റിയതാണെന്ന് പറഞ്ഞു. കാരണം അവിടെ ആവാഹിച്ചു കഴിഞ്ഞപ്പോൾ ഈ സാധനം പോരാനില്ല, സർപ്പം പോരാനില്ല, അതുകൊണ്ട് പ്രയത്തെ ആവാഹിക്കേണ്ടി വന്നു. പ്രയത്തെ ആവാഹിച്ച് അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് നിങ്ങൾ ഈ പ്രഗ്നൻ്റായ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തതാണ് അവിടെ. സാറേ അപ്പുറത്തെ പറമ്പിലാന്ന് പറഞ്ഞു. ഇത് ഒറ്റ പറമ്പായിട്ട് കിടന്നിരുന്ന സ്ഥലമാണ്. മോഹൻലാൽ പറമ്പ് സ്വല്പം മുകളിലാണ് കെട്ടിടം, താഴെയായിട്ടാണ് ഇവരുടേത്. ഇത് എനിക്ക് മാത്രമേ അറിയുള്ളൂ, ഞാൻ വീട്ടിൽ പോലും പറഞ്ഞിട്ടില്ല. മനസ്സിലാക്കണം. ശരി. ഞാൻ അപ്പം തന്നെ ഓട്ടോമാറ്റിക് ഇതായതുകൊണ്ട് വേറൊരു കാറിൽ ഞാൻ നേരെ ആലുവ ശിവരാത്രിനപ്പുറത്ത് കൊണ്ടുപോയി ഇതൊക്കെ ചെയ്ത് തിരിച്ചു വന്നു. അപ്പോൾ പ്രേതബന്ധം എന്ന് പറയുന്നത് ആലോചിക്കണം. ശരി മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇത് ഇല്ലെന്ന് പറയാൻ പറ്റില്ല, കാരണം നെഗറ്റീവ് ഊർജ്ജമാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ നെഗറ്റീവ് ഊർജ്ജത്തെ നമ്മൾ ശുദ്ധീകരിക്കുകയാണ്. ഇപ്പോൾ അവിടെ ഒരു ചീഞ്ഞൊരു സാധനം കിടക്കുകയാണ്. ഈ സാധനം കിടക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒന്നും ഇരിക്കാൻ പറ്റില്ല, ഇല്ലേ? അത് മാറ്റിക്കഴിഞ്ഞാലോ അത് ശുദ്ധീകരിക്കണം, ഇല്ലേ? ആ ഒരു പ്രക്രിയ മാത്രമാണ്. അതിനകത്ത് ആരും ഉപദ്രവിക്കുകയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നെഗറ്റീവ് എന്തുകൊണ്ടാണത് എൻ്റെ ഇന്നർ കോൺഷ്യസ് മൈൻഡിലുണ്ടായിരുന്നു ഇത് ഇരുത്തേണ്ടതായിരുന്നു എന്ന്. അതുകൊണ്ടാണ് എനിക്കത് പറ്റിയത്. ശരി. അല്ലെങ്കിൽ അത് പറ്റില്ല സ്വാഭാവികമായിട്ടും. ഈ ഇന്നർ കോൺഷ്യസ് മൈൻഡാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്, സബ് കോൺഷ്യസ് മൈൻഡ്. അതെ. അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. മനസ്സാണുള്ള പ്രശ്നം. ഇതൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ സാധിക്കുന്ന ഒരു യുക്തിവാദിക്ക് സാധിക്കും, ഒരു കുഴപ്പമുണ്ടാവില്ല, ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഇന്നർ കോൺഷ്യസ് മൈൻഡ് ഉണ്ടായി കഴിഞ്ഞാൽ പണി കിട്ടും. എത്ര യുക്തിവാദം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പ്രേതബന്ധം ഉണ്ടോ എന്ന് പ്രേതമുണ്ട്, ആ നെഗറ്റീവ് ഊർജ്ജം ഉണ്ട് അവിടെ, സംശയമൊന്നും വേണ്ട കാര്യത്തിൽ. ചില ശബ്ദങ്ങൾ കേൾക്കാം, ചില കരച്ചിൽ കേൾക്കാം, ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. ഇരട്ട കൊലപാതകങ്ങളൊക്കെ ഉണ്ടായി ആലുവയിൽ, അവിടെ ചെന്ന് നോക്കിയാൽ അറിയാം ഒരു ഡെഡായിട്ടുള്ള അവസ്ഥയാണ് അത്. കണ്ടു കഴിഞ്ഞാൽ ഭീകരമായിട്ട് തോന്നും. കാരണം വെച്ചാൽ ആ എനർജി, നെഗറ്റീവ് എനർജി അവിടെ നിൽക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും. ക്ഷേത്രത്തിൽ പോസിറ്റീവ് എനർജി അല്ലേ? അതെ. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഉണ്ടാവണമല്ലോ. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ രണ്ടുമില്ല. പ്രകൃതിക്ക് ഇതൊന്നുമില്ല കേട്ടോ. പ്രകൃതിക്ക് നെഗറ്റീവും പോസിറ്റീവും ഒന്നുമില്ല അവിടെ. പ്രകൃതി സംബന്ധിച്ചിട്ട് ഓക്കെ, ഇത് മണ്ണിടിച്ചിൽ വന്നു, ഓ അത് ഓക്കെയാണ്, അത് കൂട്ടത്തിലുള്ളതാണ് ഇതൊക്കെ. ക്ലെൻസിങ്. അപ്പോൾ ഇതെല്ലാം ക്ലെൻസിങ് പ്രോസസ്സ് തന്നെയാണ് അത് ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണോ ഇതിനെ എടുക്കുന്നത് അതേ രീതിയിൽ നമുക്ക് അനുഭവം ഉണ്ടാവും. ഞാൻ നെഗറ്റീവായിട്ടാണ് ചിന്തിക്കണമെങ്കിൽ ഞാൻ നെഗറ്റീവായിട്ട് അനുഭവം ഉണ്ടാവും. എന്നെ ഇതൊന്നും ബാധിക്കുന്നതല്ല. അപ്പോൾ എന്താ വേണ്ടത്? ഇതൊക്കെ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഞാനൊരു കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയുകയാണ്. നിത്യേന ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതെ, ഞാൻ രാവിലെ എണീറ്റുമ്പോൾ ഞാൻ എൻ്റെ അതായത് ഈ ചക്രാസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആജ്ഞാചക്ര, ഈ തേടൈ ചക്ര നമ്മളെ വളരെ ഭംഗിയായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇവിടുത്തെ പവർ ശ്രദ്ധിക്കുക. ഞാൻ സംതൃപ്തനാണ്, ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ ധനവാനാണ്. ഈ 3 കാര്യം നിങ്ങൾ പറയുക. എന്നിലേക്ക് എല്ലാ പോസിറ്റീവ് എനർജിയും വരുന്നതായിട്ട് സങ്കല്പം കൊടുക്കുക. എല്ലാ ദിവസവും കിടക്കാൻ നേരത്തും എണിക്കാൻ നേരത്തും പോകുന്നു സംഭവിക്കില്ല. ഇത് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വൈഫ് ഏപ്രിൽ 20 മരിച്ചു. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിപ്പോയി, ഭയങ്കരമായൊരു ഷോക്കായിപ്പോയി. പക്ഷെ അതിനെ തരണം ചെയ്തു. പക്ഷേ ഞാൻ എൻ്റെ ഗുരു പഠിച്ചു തന്നേക്കുന്ന ആ രീതിയിൽ ഒരു പ്രത്യേക രീതിയിലൊരു എഴുന്നേൽപ്പ് ഒരു രീതിയുണ്ട് അതിനകത്ത്. പുനർജന്മമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് പറ്റിയെന്നുള്ളതാണ് സത്യത്തിൽ. മനസ്സിലാവുണ്ടോ? അത് നമ്മൾ വിശ്വസിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രേതബന്ധങ്ങൾ ആത്മാവ് എന്ന് പറയുന്നത് ഇത്ര ദിവസം നമ്മുടെ ആചാരപ്രകാരം ഇത്ര ദിവസം നിൽക്കുന്ന 41 ദിവസം ഇവിടെ തന്നെ നിൽക്കും, 24 ദിവസം വളരെ അടുത്ത് തന്നെ നിൽക്കും.
ഇത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞാലാണ് ഇതിനെ കിട്ടുക. ഇതൊക്കെ പറയുന്ന ഒരു അവസ്ഥാവിശേഷങ്ങളുണ്ട്. അതിനപ്പുറമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാം. അത് യോഗികൾക്ക് സിദ്ധിമാർക്ക് സാധിക്കുന്നതാണ്. അവരുടെ ഉപദേശം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും സാധിക്കും. ശരി, മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ പ്രേതബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ പേടിക്കാനായിട്ട് ഒന്നും ഉണ്ടായിട്ടല്ല, അതിനെ നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്ന് അനുസരിച്ചിരിക്കും. എനർജി ഉണ്ട്. ഇപ്പോൾ ചില വീടുകളിൽ സഞ്ചാരം ഉണ്ടെന്ന് പറയും, കോണായിട്ടുള്ള രീതിയിലൊക്കെ സഞ്ചാരം ഉണ്ടെന്ന് പറയും, രഥസത്തിൻ്റെ സഞ്ചാരം എന്നൊക്കെയാണ് പറയുന്നത് പബ്ലിക് പ്ലേസുകളിൽ. അതെ. അപ്പോൾ അതിന് ഞാൻ പറയാറ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുരുവിൻ്റെ ഇത് പ്രകാരം നായിങ്കണ അല്ലെങ്കിൽ ഞാങ്കണ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതായത് കരിമ്പിൻ്റെ മാതിരി ഇരിക്കും. അത് വടക്ക് കിഴക്കേ മൂലയിൽ നടാൻ പറയും. ആ ഒരു ബന്ധനം അങ്ങ് മാറി കിട്ടും. പിന്നെ വീടിൻ്റെ കണക്കിന് വേരിയേഷൻ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ട് അട്രാക്ട് ചെയ്യും, ആ വീട്ടിലേക്ക് അട്രാക്ട് ചെയ്യും നെഗറ്റീവ്. ശരി, കണക്ക് കറക്റ്റ് ആയിരിക്കണം. ഓരോ ദിശയിലേക്ക് ഓരോ യോനി കണക്കുകളുണ്ട്. ശരി. അതിൻ്റെ കൂടെ പറയുന്നത് വേറെ ഒന്നുമല്ല, ഇത് പ്രേതബന്ധങ്ങളുമായിട്ട് ബന്ധമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. കാരണം ആ വീടിന് നെഗറ്റീവ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പ്രേതങ്ങൾ വന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഉണ്ട് വീടിൻ്റെ പ്രശ്നങ്ങളുണ്ട്. വീടിൻ്റെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ എനർജി സർക്കുലേഷൻ വ്യത്യാസം വരും. ഇപ്പോൾ നമ്മൾ അടച്ചിരിക്കുന്ന ജനലിൽ ഏതെങ്കിലും ഒരു ജനൽ അടച്ച് തുറന്നേ, ഒരു ലൂസാക്കിയിട്ട് ഒരു ജനൽ തുറക്കുക, അതേമാതിരി അപ്പുറത്ത് കഴിഞ്ഞാൽ ഈ ജനൽ അനങ്ങും. എന്തുകൊണ്ടത്? എനർജി വായുവിൻ്റെ പ്രഷർ ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. അത് നമ്മൾ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് അവിടെ ഇരിക്കാൻ പറ്റില്ല, നമുക്ക് ബുദ്ധിമുട്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ബാധകമാണെന്ന് പറയായിരുന്നു. ഇതെല്ലാം നമ്മൾ എങ്ങനെയാണോ നമ്മൾ ഫീൽ ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണോ കൺസിഡർ ചെയ്യുന്നത് അതനുസരിച്ച് നമ്മുടെ അനുഭവം. അത്രയേ ഉള്ളൂ. പോസിറ്റീവായിട്ട് വിചാരിച്ചോളൂ. നമ്മുടെ അതാണ് നമ്മളെ ഈശ്വരനെ നോക്കിയത്. നമ്മളെ എനർജിയെ നമുക്കൊന്നും ബാധിക്കുന്നതല്ല. അതാണ് സംതൃപ്തനാണെന്ന് പറയുമ്പോഴും ഞാൻ പെർഫെക്റ്റാണ്, എനിക്ക് രോഗമൊന്നുമില്ല, ഞാൻ ആരോഗ്യവാനാണ്, പൂർണ്ണ ആരോഗ്യവാനാണെന്നാണ് ഞാൻ കാലത്ത് എനിക്ക് വിചാരിക്കുന്നത്. പിന്നെ എനിക്ക് എന്താ രോഗം ഉണ്ടാവണം? രോഗം ഉണ്ടാവും, സ്വാഭാവികമായിട്ട് ഡിക്കേ സംഭവിക്കുന്നതാണ് നമ്മുടെ ബോഡി എന്ന് പറയുന്നത്. ഇതാണ് മറ്റേ ഇതുള്ളതാണ്, പഞ്ചഭൂത നിർമ്മിതമാണ്. അതുകൊണ്ട് അത് നാശം ഉണ്ടാവും, സ്വാഭാവികമായിട്ടുണ്ടാവും. സന്തോഷം സാർ. ഇതൊരു വൈറ്റൽ ഇൻഫർമേഷൻ. ആത്മാവെന്ന് പറയുന്ന എല്ലാവരും പേടിപ്പിക്കുന്ന സാധനമായിരുന്നു. പേടിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിലേക്കും ആൾക്കാരെ തിരിച്ചറിഞ്ഞുകൊണ്ട് കുറേ പേര് പേടിക്കാതെ വളരെ മനക്കരുത്തോടെ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ പല ജ്യോതിഷന്മാരും, ഞാൻ വളരെ ക്ലോസ്ഡായിട്ട് നിൽക്കുന്ന പല ജ്യോതിഷന്മാരും പല അനുഭവങ്ങൾ പറയാറുണ്ട്. ഈ ഇടയ്ക്ക് ഇതിനോടൊപ്പം സാറ് പറഞ്ഞത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം, കൺക്ലൂഡ് ചെയ്യാൻ ടൈമായി. ഈ ഇടയ്ക്ക് എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ഒരു കോർപ്പറേറ്റ് ഇൻഡസ്ട്രിയിൽ ഒരു സീനിയർ പോസ്റ്റിൽ വർക്ക് ചെയ്യുന്നതാണ്. നിരവധി വർഷങ്ങളായിട്ട് ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യും, പൂജാ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം സേലത്തോ തിരുപ്പൂരോ ഇവിടെ ഈ പറയുന്ന പ്രേത ഒഴിപ്പിക്കലിന് പോയി. പക്ഷെ പുള്ളിക്ക് ഒഴിപ്പിക്കാൻ പറ്റിയിട്ടില്ല. 2 ദിവസം പല രീതിയിലുള്ള പ്രശ്നങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടായി. പുള്ളിയുടെ ഗുരുവിനെയും വിളിച്ചു. ഇത് ഇദ്ദേഹത്തിൻ്റെ ദേഹത്തായി. വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ നമ്പർ തരാം, ഈ സാറ് കഴിഞ്ഞതിന് ശേഷം നമ്പർ തരാം. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു അപ്പൂപ്പൻ അടുത്തിരിക്കുന്നു. രാവിലെ വേറൊരാൾ. ഉറങ്ങാൻ പറ്റുന്നില്ല. എന്നെ രാത്രി വിളിച്ചു, പ്രദീപ് ഉറങ്ങാൻ പറ്റുന്നില്ല, എന്താ ചെയ്യുക? കാരണം അയാൾ കോർപ്പറേറ്റ് ഇൻഡസ്ട്രിയിൽ എൻ്റെ സബോർഡിനേറ്റായിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കരിയറിന് ഞാൻ നല്ലൊരു കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നു, നല്ല ആത്മബന്ധമുണ്ട്. പിന്നെ ഈ ഇൻഡസ്ട്രി ഇഷ്ടമായതുകൊണ്ട് പുള്ളിക്കാരൻ പഠിച്ചു, നല്ലൊരു കഴിവുള്ള വ്യക്തിയാണ്. പക്ഷേ ഒരു 3-4 ദിവസം പുള്ളിക്ക് ഇത് തന്നെയായിരുന്നു പ്രശ്നം. അത് മാറ്റി. പക്ഷേ ഇത് ഈ പറയുന്ന സാറ് പറഞ്ഞ നെഗറ്റീവ് എനർജി ഡെഫിനറ്റ്ലി ഈ പറയുന്ന പ്രകൃതിയിലുണ്ട്. അത് നമ്മൾ എങ്ങനെ കൺസീവ് ചെയ്യുന്നു, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും പണി കിട്ടും. അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക, പേടിക്കാതിരിക്കുക, സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക. സാറിൻ്റെ ഈ പറയുന്ന വൈറ്റൽ ഇൻഫർമേഷൻ എല്ലാവർക്കും ഉപയോഗമാവട്ടെ. സന്തോഷം, നന്ദി, നമസ്കാരം. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ നമ്പർ നിങ്ങളുടെ മൊബൈൽ സേവ് ചെയ്യുക. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കുക. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.